അടിപൊളിയൊരു സംഭവം വരുന്നുണ്ട്. എനിക്ക് പ്രതീക്ഷിക്കാം, നമുക്കൊരു ടർബോ 2 പ്രതീക്ഷിക്കാം അടിപൊളിയായിട്ട്. താങ്ക് യു. അടിപൊളി പടം. ലാസ്റ്റ് ട്വിസ്റ്റാണ് ഞാൻ പറയുന്നത്, നിങ്ങളത് കണ്ടു നോക്ക്. അടിപൊളി പടം. ഫൈറ്റൊക്കെ മേക്കിംഗ് അടിപൊളി. അടിപൊളി പടം. നല്ല ആക്ഷൻ, ഫുൾ ആക്ഷൻ. പൊളിച്ചടിക്ക്. ഓ പടം കൊള്ളാം, നല്ല പടം, നല്ല ആക്ഷൻ പടം. കൊള്ളാം. മമ്മൂക്ക് വെച്ചിട്ട് നല്ലോണം ആക്ഷൻ ചെയ്തിട്ടുണ്ട്. 73 വയസ്സിൽ വെച്ച ഒരാളെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു, അതേപോലെ നല്ലോണം ചെയ്തിട്ടുണ്ട്. സ്റ്റൺസ് സൂപ്പറായിട്ടുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് എങ്കിലും കൊള്ളാം. അദ്ദേഹം സ്റ്റണ്ടൊക്കെ നല്ല ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, കൊള്ളാട്ടെ. ക്ലൈമാക്സ് നല്ലതാണ്. എന്താട്ടാ ക്ലൈമാക്സ് നല്ലതാണ്. ആക്ഷൻസ് ഒക്കെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇച്ചിരി ലാഗ് അടിച്ചായിരുന്നു. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ കൊള്ളാം. ക്ലൈമാക്സ് ഒക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഹ്യൂമർ എനിക്ക് വർക്കായില്ല. ഹ്യൂമർ അധികം അങ്ങനെ ആർക്കും വർക്കാവാൻ തോന്നുന്നില്ല. കുറെ പഴയ ട്രിക്സ് ഒക്കെയാണ് പിടിച്ച് വെച്ചിരിക്കണം. പിന്നെ മമ്മൂട്ടിയുടെ ചില ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ രോഗം വേണ്ടിയിട്ട് ഇന്ന് തലയ്ക്ക് വിളിക്കുന്ന ആൾക്കാണ് വരുന്നത്. വിചാരിക്കാത്ത രീതിയിലായിരുന്നു ഫുള്ള് ഫൈറ്റ് ഒക്കെ എടുത്തിരിക്കുന്നത്. ക്ലൈമാക്സ് വേണം കാണാൻ പടം. അതൊക്കെ പടം കാണാൻ ആവശ്യമൊന്നുമില്ല. ഒരു രക്ഷയില്ല, കിടിലം പടം. മാസ് ഒരു രക്ഷയില്ല, അടിപൊളി പടം. രക്ഷയില്ല. പോരാ. എനിക്ക് വളരെ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ഇത് പറയുന്നതിന് അടി കിട്ടുമെന്ന് അറിയില്ല. ആക്ഷനൊന്നും കുഴപ്പമില്ല. വൈശാഖിൻ്റെ സ്ഥിരം അത് വർക്കായിട്ടുണ്ട്. പക്ഷേ മിഥുൻ മാനുവൽ ഇത്തിരി കൂടെ ഒന്ന് വർക്ക് ചെയ്യണം. ഒട്ടും ത്രില്ലിംഗ് ആയിരുന്നില്ല. ഞാൻ ഈ ലാഗ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് വിശ്വസിക്കുന്ന ഒരാളല്ല. ഗുഡ്. മമ്മൂട്ടിക്ക് വേണ്ടി കണ്ടുകൊണ്ടിരിക്കാം, അത്രേ തോന്നിയുള്ളൂ. പിന്നെ ടൈലൻഡ് കൊള്ളായിരുന്നു. ഇഫ് ദേ ഡെവലപ്പ് ഇൻ സെക്കൻഡ് മൂവി കൊള്ളാം. പടം മാസ്. ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് ഇതുപോലൊരു പടത്തിന് വേണ്ടിയിട്ടാണ്. ഇത്രയും കാലം ഫാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഇത്രയും കാലം പൂരടിയാ ഫുള്ള്. പടം തുടങ്ങുന്നത് ടെർബോസിന്റെ ഇടിയാ, ടെർബോ പഞ്ചാ. ക്ലൈമാക്സ് ഒരു 50 ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്. ആ പടം ഇത്രയും നേരം ക്ലൈമാക്സിന് വേണ്ടിയിട്ടാ. അത്രയും ചേസിങ് ഒക്കെ മിനിമം ഒരു ക്വാളിറ്റിയിൽ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. പക്ഷേ ഒരു രക്ഷയില്ല, രോമം താഴ്ന്നിട്ടില്ല. കുഴപ്പമില്ല, വലിയ സുഖമൊന്നുമില്ല. യൂഷ്വലാണ്. അങ്ങനെ പ്രത്യേകിച്ച് പുതുമയുള്ളൊരു വാവ് മൊമെൻ്റ് ഒന്നും തോന്നിയില്ല. അടിപൊളിയാണ്. വൺ ടൈം വാച്ച്. സൂപ്പർ കിടിലം. മമ്മൂക്ക കിടിലം പടം. പക്ക ഒരു മാസ് പടം. നല്ല പടം. സൂപ്പർ. ഉഗ്രപടം. 72 ദിവസം നല്ല കിടിലം പടം. കൊള്ളാം, നല്ല ഇടിപ്പടം. വർക്കാവുന്നുണ്ട്. തകർത്തിട്ടുണ്ട്. കൊള്ളാം ചേട്ടാ, അടിപൊളി പടം. രാജ്ബി ഷെട്ടി പൊളിച്ചിട്ടുണ്ട്. കൊറിയോഗ്രാഫി ഒക്കെ നൈസാണ്. സൂപ്പർ മമ്മൂക്ക അടിപൊളി ഗംഭീര സിനിമ. അടിപൊളി സിനിമയായിരുന്നു. സൂപ്പർ പടം, നല്ല പടം. മൊത്തം ആക്ഷനും അതുപോലെ നല്ല കഥയുണ്ട്. സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്, നല്ല പടം. എങ്ങനെ ആക്ഷൻ ഫുൾ ആക്ഷനാണ്. ആദ്യം കുറച്ച്, സെക്കൻഡ് ഹാഫ് മൊത്തം ആക്ഷനാണ്, അവസാനം ആക്ഷനാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.